ഹായ് ഓൾ, എല്ലാവർക്കും teQmade പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. പ്രായഭേദമന്യേ എല്ലാവരും കളിക്കുന്ന ഒരു ഗെയിമാണ് PUBG എന്ന് പറയുന്നത്. മാത്രമല്ല വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് PUBG എന്ന് പറയുന്നത്. അപ്പോൾ PUBG ഗെയിം കളിക്കുന്നവർക്കും PUBGയെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നോക്കാം. PUBG ഗെയിം കളിക്കുന്ന പലരും എപ്പോഴും പരാതിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് PUBG ഗെയിം കളിക്കുന്ന സമയത്തുണ്ടാകുന്ന പിങ് ഇഷ്യൂ. കൂടുതലായിട്ട് പിങ് വരുന്നു, അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിരവധി പേരാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ PUBGക്കകത്തുള്ള പിങ് ഇഷ്യൂ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പിങ് ഇഷ്യൂ കുറയ്ക്കാനായിട്ടുള്ള 5 മെത്തേഡ്സ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും നിങ്ങളുടെ PUBGക്കകത്തുള്ള പിങ് ഇഷ്യൂ ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് ഈ ഒരു 5 സൊല്യൂഷൻ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ശ്രദ്ധയോടെ കാണുക. മറ്റ് എക്സ്റ്റേണൽ ആപ്പുകളുടെ ഒന്നും സഹായമില്ലാതെ ഒരു പരിധി വരെ നമുക്ക് പിങ് ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിനായി ആദ്യമായിട്ട് പറയുന്നത് ലൊക്കേഷനെ കുറിച്ചാണ്. നമ്മളെപ്പോഴും PUBG കളിക്കുന്നത് ചിലപ്പം ഒരു ലൊക്കേഷൻ ഇരുന്നായിരിക്കത്തില്ല, മാറി മാറി പല പല സ്ഥലങ്ങളിൽ ഇരുന്ന് നമ്മൾ PUBG കളിക്കാറുണ്ട്. അപ്പം ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പലപ്പോഴും നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്നത് ഒരു സ്ഥലത്തിരുന്നായിരിക്കത്തില്ല, വീടിനകത്ത് തന്നെ പല പല റൂമുകളിലിരുന്ന് നമ്മൾ ഗെയിം കളിക്കാറുണ്ട്, ചിലപ്പോൾ പുറത്ത് പോയിട്ട് പല പല സ്ഥലങ്ങളിൽ നിന്ന് ഗെയിം കളിക്കാറുണ്ട്. അപ്പം ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സിം നെറ്റ്വർക്ക് ഫ്രീക്വൻസി ചേഞ്ച് ആവാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് പിങ്ങിൻ്റെ ഇഷ്യൂ വളരെ കുറവേ അനുഭവപ്പെടാറുള്ളൂ, പിങ് ഇഷ്യൂസ് ഒന്നും ചിലപ്പോൾ വരാറേയില്ല. ചില സ്ഥലങ്ങളിൽ നിന്ന് കളിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം പിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരാറുണ്ട്. അപ്പം ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഈ ഒരു ഗെയിമിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്നുള്ള കാര്യം ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീടിനകത്ത് ഇരുന്നായിരിക്കുമല്ലോ കൂടുതലായിട്ട് ഈ ഒരു ഗെയിം കളിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നെറ്റ്വർക്ക് ഫ്രീക്വൻസി കൂടുതലുള്ള അല്ലെങ്കിൽ എവിടെ ഇരുന്ന് കളിക്കുമ്പോഴാണ് ഈ പിങ് ഇഷ്യൂ കുറവുള്ളതെന്ന് നോക്കുക. കാരണം കുറവുള്ള സ്ഥലത്തായിരിക്കും നെറ്റ്വർക്ക് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് തന്നെ ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പിൻ ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ PUBG കളിക്കുന്ന സമയത്ത് PUBGക്ക് മാത്രമായിരിക്കത്തില്ല നെറ്റ് യൂസ് ചെയ്യുന്നത്. വാട്സപ്പ് ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം നോട്ടിഫിക്കേഷനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതും PUBGയുടെ പിങ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത്, PUBG എന്ന് പറയുന്ന ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് ഡാറ്റ മാനേജർ ക്ലിയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. എന്നാലും പലപ്പോഴും പല നോട്ടിഫിക്കേഷൻസും നമ്മൾ ഒഴിവാക്കി വെച്ചാലും പിന്നെയും വരും. അപ്പോൾ ഇതിന് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് ആൻഡ്രോയിഡിനകത്തുള്ള പ്ലേ സ്റ്റോറിനകത്തുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെറ്റ്വർക്ക് ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുക. ഇട്ടതിന് ശേഷം നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അത് PUBG ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആപ്പും, ഈ നെറ്റ് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ആപ്പും എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കുക. PUBG കളിക്കുന്ന സമയത്ത് മാത്രം അതൊന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനും അല്ലെങ്കിൽ അതിലേക്കുള്ള നെറ്റ് യൂസേജ് എന്ത് ചെയ്യും, അതൊന്നും നെറ്റ് എടുക്കാതെ നമുക്ക് ആ ഒരു നെറ്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, PUBGയിലേക്ക് കിട്ടും. അപ്പോൾ ഇതും PUBG ഗെയിം പിങ് ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡ് നോക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിം കാർഡാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സിം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, നമ്മൾ നിൽക്കുന്ന ലൊക്കേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്മിന് റേഞ്ച് കാണത്തില്ല, നെറ്റ്വർക്ക് കാണത്തില്ല, നെറ്റ്വർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് PUBG മാത്രമല്ല, മറ്റേത് ഗെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിലും, നെറ്റ് യൂസ് ചെയ്ത് നമ്മൾ കളിക്കുന്ന ഏതൊരു ഗെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. അപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഏരിയയിൽ ഏത് സിമ്മിനാണ് നല്ല നെറ്റ്വർക്ക് ഉള്ളത് എന്ന് നോക്കുക. നല്ല നെറ്റ്വർക്ക് ഉള്ള ആ ഒരു സിമ്മിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ നല്ല റേഞ്ചുള്ള സിം ഏതാണ്, നല്ല റേഞ്ചുള്ള നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് പ്രൊവൈഡർ ഏതാണ്, അപ്പോൾ അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള നെറ്റ് കിട്ടുകയും ഈ PUBG കളിക്കുന്ന സമയത്തുള്ള പിങ് ഇഷ്യൂ ഒരു പരിധിവരെ കുറയാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അടുത്ത നമുക്ക് നാലാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നാലാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ PUBG ഗെയിം കളിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഫോണ് ഫ്രഷ് ആയിട്ട് ഓപ്പണായി വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നെറ്റ്വർക്ക് ആക്സസ് കിട്ടുകയും PUBGയിലെ പിങ് ഇഷ്യൂ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഗെയിം കളിക്കുന്നതിന് മുമ്പ് ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് ഓണായി വരുന്ന സമയത്ത് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക്സ് കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് ഓപ്പണായി വരും. അപ്പോൾ ഇങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ PUBG ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സെറ്റിങ്സും ഒന്ന് റിഫ്രഷായി നല്ല രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ PUBGക്കകത്തുള്ള പിങ് ഇഷ്യൂ ഒരു പരിധി വരെ കുറയാനായിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് അഞ്ചാമത്തെ മെത്തേഡ് നോക്കാം. അഞ്ചാമത്തെ മെത്തേഡിൽ പറയാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടെയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെറ്റ്വർക്ക് ഒപ്റ്റിമൈസർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്, നെറ്റ്വർക്ക് ഒപ്റ്റിമൈസർ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സെർവറുകളിൽ നിന്നാണ് നമ്മൾ പലരും PUBG കളിക്കുന്നത്. അപ്പോൾ ചില സെർവറുകളിൽ PUBGയുടെ പിങ് കൂടുതലായിരിക്കും, ചില സെർവറുകളിൽ PUBG പിങ് കുറവായിരിക്കും. അപ്പം PUBGയുടെ പിങ് കുറവുള്ള സെർവറുകൾ ചൂസ് ചെയ്ത് നമുക്ക് ഗെയിം കളിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സഹായമാകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ PUBGയുടെ പിങ് ഏതിനാണ് സെർവറിനകത്താണ് കുറവ്, ആ സെർവർ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഗെയിം കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മെത്തേഡ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെൽ ബട്ടണൂടെ ക്ലിക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും പുതിയ വീഡിയോകൾ കാണുവാനും ശ്രമിക്കുക.